സിമൻറ്റും കമ്പിയും ഉപയോഗിക്കാതെ ഒരു കെട്ടിടം പണിതു. അതും 56,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 3 നിലകളുള്ള ഒരു കെട്ടിടം. ഭൂകമ്പത്തെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ബിൽഡിംഗ് ഇന്ത്യയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കാനേ കഴിയുന്നില്ല അല്ലേ? പക്ഷെ വിശ്വസിക്കണം. അതാണ് അയോധ്യയിലെ രാമക്ഷേത്രം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും കോൺട്രാക്ടേഴ്സ് ജേണലിലേക്ക് സ്വാഗതം. സിമൻറ്റും കമ്പിയും ഒന്നും ഉപയോഗിക്കാതെ ഒരു നിർമ്മാണം, അപ്പോൾ അത് സാധ്യമാണല്ലേ? ഇപ്പം ലോകം സിമെൻറ്റ് ഫ്രീ ആയിട്ടുള്ള 100% സിമെൻറ്റ് ഫ്രീ ആയിട്ടുള്ള കോൺക്രീറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല വികസിത രാജ്യങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു അവർ. കാരണം കാർബൺ എമിഷൻ, ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന 2 വ്യവസായങ്ങളാണ്. ഒന്ന് സിമെൻറ്റ് ഫാക്ടറികളും, 2 സ്റ്റീൽ ഫാക്ടറി, ഈ വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പികൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ. ഈ കാർബൺ എമിഷനാണല്ലോ ഈ ആഗോള താപനത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പം ഈ ചൂട് കുറയ്ക്കാനുള്ള ഒരു പ്രധാന മാർഗങ്ങളിൽ ഒന്ന് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും മാറിയാൽ മതിയാവും. നിർമ്മാണ മേഖല വലിയ വലിയ മാറ്റങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ട നിർമ്മാണ രീതികളിൽ നിന്നൊക്കെ മാറി ഈ നമ്മളെ സ്ഥിരം ഒരു കൺവെൻഷണൽ മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ രീതികളിൽ നിന്നൊക്കെ മാറി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിർമ്മാണ രീതികളിലേക്ക് നമ്മളും പോയാൽ മതിയാകും. ലോകം മുഴുവൻ അങ്ങോട്ട് പോവുകയാണ് ഈ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം തന്നെ നമ്മുടെ റെഡി മിക്സ് പ്ലാന്റുകളിൽ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് അവർ അതിന് പകരം ഫ്ലൈ ആഷും ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്റ്റുകളാണ്. ചിലവും കുറവാണ്. സിമെൻറ്റിനേക്കാൾ കോൺക്രീറ്റിന് ബലവും സ്ട്രെങ്തും ഡ്യൂറബിലിറ്റി ഒക്കെ നൽകുന്ന ഒരു അസംസ്കൃത വസ്തുക്കളാണ് ഈ ഫ്ലൈ ആഷ് ആയാലും ഈ GGBS ഒക്കെ ആയാലും. അപ്പം അങ്ങനെ ഒരു നിർമ്മാണ രീതിയിലേക്ക് നമ്മളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിസൈൻ മിക്സ് അനുസരിച്ച് റെഡി മിക്സ് പ്ലാന്റുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവർ സിമെൻറ്റ് ഉപയോഗം കുറച്ചുകൊണ്ടേ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുമൊക്കെ ആ രീതിയിലേക്ക് മാറി. അപ്പം ആ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഈ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് അവർ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. രാമക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത് ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റിക്ടർ സ്കെയിലിൽ 6.5 മാഗ്നിറ്റ്യൂഡ് 6.5 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത്. രണ്ടാമത് സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഇത് തമ്മിൽ ജോയിൻറ്റ്, ഇപ്പോൾ ഒരു ബ്രിക്ക് ജോയിൻറ്റ് ചെയ്യുന്ന നിലയിൽ പാറകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ സ്റ്റാൻഡ് ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിന് പകരം അവർ ചെമ്പ് തകിട് ഉപയോഗിച്ചാണ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഡിസൈൻ നമ്മുടെ വാസ്തു ശില്പ ശാസ്ത്രപ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് പറയുന്നത് ഒരു നഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശില്പികളെന്ന് പറയുന്നത് അഹമ്മദാബാദിൽ നിന്നുള്ള സോംപുര ഫാമിലിയാണ്. സോംപുര ഫാമിലിയിൽ നിന്നുള്ള ചന്ദ്രകാന്ത് സോംപുരയാണ്. ഇവർ 15 തലമുറകളായിട്ട് അമ്പലങ്ങൾ പണിയുന്ന ശില്പികളാണ്. ഇവരാണ് ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ശില്പികൾ, അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഈ പ്രോജക്റ്റിലുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം മുതൽ 2020 മുതൽ ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് CBRI റൂർക്കിയാണ്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ചാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഡിസൈനൊക്കെ. അത് വലിയ പ്രത്യേകത ഉള്ളൊരു ഫൗണ്ടേഷൻ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് 1000 വർഷം വരെ യാതൊരു മെയിൻ്റനൻസും ആവശ്യമില്ല, യാതൊരു അറ്റകുറ്റപ്പണിയുടെ ആവശ്യമില്ല. 1000 തൊട്ട് 2500 വർഷം വരെ യാതൊരു കേടുപാടുകളും കൂടാതെ നിലനിൽക്കും എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്.
പിന്നീട് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 56,000 സ്ക്വയർ ഫീറ്റാണ്. ഒരു 3 നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 3 ഫ്ലോർ സ്ട്രക്ചറാണ്. 360 അടിയാണ് നീളം, വീതി 236 അടി, 161 അടി ഹൈറ്റ്. പിന്നീട് ഇതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ പ്രധാന നിർമ്മാണ സാമഗ്രി എന്ന് പറയുന്ന പാറയാണ്. ഗ്രാനൈറ്റും പിങ്ക് സാൻഡ്സ്റ്റോണും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ. പിന്നീട് ഫൗണ്ടേഷനാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയുള്ള നിർമ്മാണ രീതി എന്ന് പറയുന്നത്. രാം മന്ദിറിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ഉയർന്ന ഗുണനിലവാരമുള്ള റോൾഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് വിത്തൗട്ട് സ്റ്റീൽ, കമ്പി ഇല്ലാത്ത റോൾഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്, പിങ്ക് സാൻഡ്സ്റ്റോൺ, രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻഡ്സ്റ്റോൺ, മക്രാന മാർബിൾ, താജ്മഹലിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മാർബിൾ, ഗ്രാനൈറ്റ് സ്റ്റോൺ. ഈ ഗ്രാനൈറ്റ് സ്റ്റോണാണ് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള, കർണാടകയിൽ തെലങ്കാനയിൽ നിന്നൊക്കെ ഉള്ള. ഇതിൽ കോപ്പർ പ്ലേറ്റ്, ഗോൾഡ്, അഷ്ടധാതു, ടീക്വുഡ്, ഇതാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ. ഈ റോൾഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ആണ് ഇതിൻ്റെ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റോൾഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റിലേക്ക് പോകാനുണ്ടായ കാരണം ഇതിൻ്റെ മണ്ണ് പരിശോധിച്ചപ്പോൾ ഇവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റിയ മണ്ണേ അല്ല അത് എന്നാണ് പരിശോധനയിൽ അവർക്ക് അറിയാൻ കഴിഞ്ഞത്. അവർ ആകെ വിഷമിച്ചു പോയെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് 2020 അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലേക്ക് പോകുന്നത്. CBRIയുടെ ഡിസൈനാണിത്. അവരും ആണ് ഈ ഒരു ഡിസൈനിൽ തിരഞ്ഞെടുത്ത് ഈ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇത് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഈ ഒരു മെത്തേഡിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നവർക്ക് തോന്നിയായിരിക്കാം. എന്തായാലും അവരതുകൊണ്ട് ഈ ഒരു രീതി ഒരു പുതിയൊരു ഇന്നോവേഷൻ, ഒരു പുതിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് ഇങ്ങനെ മാറുകയായിരുന്നു. ഈ റോൾഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്, താഴ്ച ഒരു 12 മീറ്ററായിരുന്നു. അപ്പം ഇത് ഒരു 15 മീറ്ററോളം ഇവർ ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തം വിസ്തീർണത്തിലും അതിൻ്റെ മൊത്തം ബിൽറ്റപ്പ് ഏരിയയുടെ 15 മീറ്റർ മണ്ണ് കുഴിച്ച് അവിടുന്ന് എടുത്ത് മാറ്റുകയായിരുന്നു. മൊത്തം ഇഞ്ഞ് മാറ്റി, ആ മണ്ണ് മുഴുവൻ ഇഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം ഈ മണ്ണിനെ ഒരു പാറ പോലെ ആക്കിയെടുത്തു. ഈ മണ്ണിനെ ഒരു പ്രോസസ്സിങ്ങിലൂടെ അതാണ് ഈ റോൾഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതിന് സിമൻറ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല, അതിന് പകരം ഫ്ലൈ ആഷും ഡസ്റ്റ് കെമിക്കൽസുമാണ് ഉപയോഗിച്ച് ഇതിനെ ഒരു കല്ല് പോലുള്ള ഒരു മെറ്റീരിയലാക്കി മാറ്റുകയായിരുന്നു. എന്നിട്ട് ഇതിനെ ഓരോ ലെയറുകളായി അടുക്കുകയായിരുന്നു. അങ്ങനെ 56 ലെയറായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അടുക്കിയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു പുതിയ മെത്തേഡിലുള്ള ഫൗണ്ടേഷനാണ് എന്ന് പറഞ്ഞത്. പിന്നീട് ഇതിൻ്റെ പ്ലിന്ത് നിർമ്മിച്ചിരിക്കുന്നത് അത് 21 അടി ഡെപ്ത് ഉണ്ടാകും, കനമുള്ളതാണ്. ആ പ്ലിന്ത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗ്രാനൈറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. ഈ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാനൈറ്റ് സ്റ്റോണുകൾ, അതായത് ഒരു 17,000 ഗ്രാനൈറ്റ് സ്റ്റോണുകൾ അടുക്കിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റോണിനും 2 ടൺ വെയിറ്റ് ഉള്ളതായിരുന്നു. അങ്ങനെ 17,000 ഗ്രാനൈറ്റ് സ്റ്റോണുകൾ അടുക്കിയതാണ് പ്ലിന്ത്. പിന്നീട് മുകളിലോട്ടുള്ളതാണ് ഈ പിങ്ക് സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത്. അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ മുകളിലായിട്ടുള്ള ഭാഗം, ഈ അമ്പലം നമ്മൾ കാണുന്ന ഭാഗങ്ങൾ മുഴുവൻ ഈ പിങ്ക് സാൻഡ്സ്റ്റോൺ ആണ്. രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പില്ലറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഈ സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം 366ഓളം ഏകദേശം 366ഓളം പില്ലറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 44 ഗോൾഡ് പ്ലേറ്റഡ് ടീക്വുഡ് ഡോറുകൾ. പിന്നെ വലിയൊരു പ്രത്യേകത, വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് 60 മില്യൺ
വർഷം പഴക്കമുള്ള സാളാഗ്രാമം എന്നുള്ള നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നുള്ള കല്ലുകളാണ് വിഗ്രഹം പണിയാനായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ബെല്ല് നിർമ്മിച്ചിരിക്കുന്നത് 2100 കിലോ ഭാരമുള്ള ബെല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ അഷ്ടധാതു ഉപയോഗിച്ച് നിർമ്മിച്ചത്. അഷ്ടധാതു എന്ന് പറയുന്നത് സ്വർണവും വെള്ളി, ചെമ്പ്, ഈയം, സിങ്ക്, ടിൻ, ഇരുമ്പ്, മെർക്കുറി ഇത് ചേർത്താണ് ഈ അഷ്ടധാതു എന്ന് പറയുന്നത്. ഇത് ചേർത്താണ് ഈ 2100 കിലോ വെയിറ്റുള്ള ബെല്ല് നിർമ്മിച്ചത്. ഇതിൻ്റെ മണിമുഴക്കം 15 കിലോമീറ്റർ വരെ കേൾക്കാം എന്നാണ് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ വിഗ്രഹത്തിൻ്റെ ഹൈറ്റ് 7 അടിയാണ് ഹൈറ്റ്. കാരണം ഒരു 25 അടി അകലയിൽ നിന്നും അപ്പുറം 25 അടി അപ്പുറം നിന്നും ക്ലിയറായി കാണാം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അതുല്യമായ സവിശേഷത എന്ന് പറയാവുന്നത്, ഒരു യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് CBRI തന്നെയാണ്. ഈ ഡയറക്റ്റ് സൂര്യപ്രകാശം ഈ വിഗ്രഹത്തിൻ്റെ നെറ്റിയിലടിക്കും. രാംനവമി കാലങ്ങളിൽ ഉച്ച സമയത്ത് നേരെ ഇത് നെറ്റിയിലടിക്കും. അതാണ് ഇതിൻ്റെ ഒരു വലിയ അതുല്യമായ സവിശേഷത എന്ന് പറയാവുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ടെമ്പിളിൻ്റെ, ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണത്തിലെ പ്രത്യേകതകൾ. വളരെ വലിയ പ്രത്യേകതകൾ ആണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇതിൻ്റെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോസ്റ്റ് ശരിയാണ്, 1800 കോടിയാണ് ചെലവെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമായിരിക്കും, ഇങ്ങനെ വർഷങ്ങളോളം യാതൊരു കേടുപാടുകളും കൂടാതെ ഉള്ള രീതിയിൽ. കാരണം മുൻകാലങ്ങളിലൊക്കെ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെയൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഈ മധുര മീനാക്ഷി അമ്മൻ കോവിലൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ആശ്ചര്യത്തോടെയാണ് കണ്ടു നിൽക്കുന്നത് അല്ലേ. ഇത് എങ്ങനെ പടിഞ്ഞു? ഇതുപോലെ മെഷീനറികളും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്ത കാലത്താണ്, ഡിസൈൻ ചെയ്യാൻ നമ്മളെ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറുകളൊന്നും ഇല്ലാത്ത കാലത്താണ് ആ അമ്പലങ്ങളൊക്കെ പണിഞ്ഞത്. അതിൻ്റെ രീതിയുമെല്ലാം കല്ലുകളാണ് മൊത്തവും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇങ്ങനെ കാലാകാലങ്ങളായി നമ്മളൊരു വലിയ കാഴ്ചക്കാരായി അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും വലിയൊരു അത്ഭുതമായി തോന്നുന്നത്. അപ്പോൾ അതുപോലൊക്കെ തന്നെ ഇതും നിൽക്കാനായിരിക്കാം ഈ രീതിയിലൊക്കെയുള്ള നിർമ്മാണ രീതികൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.